Hello students, today we will be discussing how to answer case questions in law papers depending upon marks. നമ്മൾ ഈ കേസ് ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ വി വിൽ ബി ഡിവൈഡിങ് അവർ ആൻസർ ഇൻ ടു 3 പാർട്സ്. ഒന്ന് ലീഗൽ പ്രൊവിഷൻ, സിറ്റുവേഷൻ ഓഫ് കേസ് ആൻഡ് അനാലിസിസ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് കൺക്ലൂഷൻ. ഓക്കെ, ആൻഡ് ഐ എം നോട്ട് റിപ്പീറ്റിംഗ് ദ സെയിം ഹിയർ വൺസ് അഗെയിൻ. ഇവിടെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒരു മേജർ കൺസേൺ ആണ്. സോ മെനി സ്റ്റുഡൻസ് വേർ ടെലിങ് മീ ദാറ്റ് നമുക്ക് കുറച്ച് പ്രൊവിഷൻസ് ഉള്ള സെക്ഷൻസ് ഉണ്ടാവുമല്ലോ, മേ ബി ഒരു 2-3 പ്രൊവിഷൻസ് ഉള്ള സെക്ഷനിൽ നിന്ന് ഇഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ആസ്കിങ് എ 7 മാർക്ക് ക്വസ്റ്റ്യൻ നമ്മളത് എങ്ങനെ ആൻസർ ചെയ്യും എന്ന് പറയുന്ന ഒരു കൺസേൺ പലരും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു സെഷനകത്ത് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുന്നേ ജസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നൊരു സംഭവം എന്ന് പറയുന്നത്, നിങ്ങൾ എക്സാമിന് മുന്നേ, ഡിസംബർ എക്സാമിന് മുന്നേ യു മൈറ്റ് ഹാവ് റെഫേർഡ് സോ മെനി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സജസ്റ്റഡ് ആൻസേഴ്സ് ഉണ്ടാവും, പ്രൈവറ്റ് പ്ലെയേഴ്സിൻ്റെ സജസ്റ്റഡ് ആൻസേഴ്സും ഒക്കെ നിങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നത് മോർ ദാൻ റെഫറിങ് നിങ്ങളത് എഴുതി നോക്കണം. നിങ്ങളുടെ പ്രോബ്ലം പേപ്പറിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ പ്രോബ്ലം പേപ്പർ നോക്കുന്ന സമയത്ത് ജസ്റ്റ് വായിച്ച് നോക്കിയാലേ കാര്യം ഉണ്ടാവും അതിനകത്ത്? ഇല്ല. അത് നമ്മൾ ചെയ്യുമ്പോഴാണ് അതിനകത്ത് വരുന്ന എന്തെങ്കിലും ഷോർട്ട് ഫോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ലോ പേപ്പേഴ്സ് എഴുതുമ്പോൾ, കേസ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ദ പോയിൻറ്റ്സ് വിൽ ബി ഇൻ യുവർ മൈൻഡ്. പക്ഷേ നിങ്ങൾക്കത് എഴുതുമ്പോൾ യു വിൽ ബി ഇൻ എ ബിറ്റ് ഓഫ് കൺഫ്യൂഷൻ ദാറ്റ് വിച്ച് പോയിൻ്റ് ഐ ഹാവ് ടു ഇൻക്ലൂഡ്, വിച്ച് പോയിൻ്റ് ഐ ഷുഡ് നോട്ട് ഇൻക്ലൂഡ് എന്ന് പറയുന്നൊരു ഫാക്ടർ വരും. അത് നമ്മൾ എത്ര വായിച്ചിട്ടും കാര്യമില്ല, എത്ര ഒരാൾ പറഞ്ഞു തന്നിട്ടും കാര്യമില്ല. അത് എന്താ ചെയ്യേണ്ടത്? അത് നമ്മൾ എഴുതുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ നമുക്ക് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണമെന്നല്ല പറയുന്നത്. യു ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ഓഫ് ടൈം. ഒരു 10 or 12 ക്വസ്റ്റ്യൻസ് വിൽ ബി സഫിഷ്യൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇത് ആൻസർ ചെയ്യേണ്ടത്, ഏതൊക്കെ പോയിൻറ്റ്സ്, എത്ര മാർക്കിന് എത്ര പോയിൻറ്റ്സ് എഴുതണം എന്ന് പറയുന്നൊരു സംഭവം ശരിക്കും നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. ഓക്കെ, സോ നമുക്ക് ഈ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള പ്രൊവിഷൻസൊക്കെ വളരെ ചെറുതാണ്. ഓക്കെ, വളരെ ചെറുതെന്ന് പറഞ്ഞാൽ എല്ലാ പ്രൊവിഷൻസും ദാറ്റ് പ്രൊവിഷൻസ് ആർ വെരി സ്മോൾ, ഒക്കെ ചെറിയ ചെറിയ ഭാഗങ്ങളാണല്ലോ. അപ്പോൾ നമുക്ക് അതിൽ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, സോ ABC ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ്ഡ് ബാങ്കാണ്. ദേ അക്വയർഡ് ഓൺ 1st January 2007 a building fully occupied by various tenants from Mr. Y, the owner of building, in discharge of a term loan advanced to Y, who had mortgaged the said building as a security with the said bank and failed to repay the loan. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു ഡേറ്റ് തന്നിട്ടുണ്ട്, അക്വയർ ചെയ്തിട്ടുള്ള ഡേറ്റ് തന്നിട്ടുണ്ട്. ദ ബാങ്ക് വോണ്ട് ടു കീപ് ദ ബിൽഡിംഗ് പെർമനൻ്റ്ലി. ഓക്കെ, ഇത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സെക്ഷൻ മൈൻഡിലേക്ക് പോകുന്നുണ്ടാവും. സെക്ഷൻ നമ്പർ പോകുന്നില്ലെങ്കിലും അതിൻ്റെ കണ്ടൻറ്റുകൾ പോയിട്ടുണ്ടാവും. ഓക്കെ, എക്സ്പ്ലെയിൻ വിത്ത് റെഫറൻസ് ടു പ്രൊവിഷൻസ് ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 49 വെദർ ദ സെഡ് ബാങ്ക് ക്യാൻ ഡു സോ. ഇത് ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ പറയാറുള്ളതാണ്, റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ അത് തന്നെ എടുത്തത്. ഇത് അറിയാം, വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാം. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പ്രൊവിഷൻസ് വളരെ കുറവാണ്, കണ്ടൻറ്റ് വളരെ കുറവാണ്. നിങ്ങൾ സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ബെയർ ആക്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കുറവാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇത് ഏതാ, സെക്ഷൻ ഏതാ? എക്സാക്ട്ലി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് സെക്ഷൻ 9 ആണ് അല്ലേ. അപ്പോൾ സെക്ഷൻ 9ൻ്റെ കീ പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞൊരു സംഭവമാണ്. അപ്പം ഞാൻ ഈ പറയുന്ന വഴി എന്ന് പറയുന്നത്, ഇപ്പം ഞാനിപ്പോൾ കീ പോയിൻറ്റ്സ് എന്ന് പറയും, ഇതെങ്ങനെ ആൻസർ ചെയ്യണമെന്ന് പറയും. നമുക്ക് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒന്നുകൂടി ഇത് കംഫർട്ടബിൾ ആവുന്നത് നിങ്ങളൊന്ന് എഴുതി നോക്കുമ്പോഴാണ് ഇവിടെ കംഫർട്ടബിൾ ആവുക. ഓക്കെ, എനിക്കിതിലേക്ക് കുറച്ച് സജഷൻസ് നിങ്ങൾക്ക് തരാൻ മാത്രമേ പറ്റുള്ളൂ. ഇത് ഒരു 100% സൊല്യൂഷനായിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ദ സ്റ്റൈൽ ഓഫ് ആൻസറിങ്, ഓക്കെ, ഇതൊക്കെ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ പേഴ്സൺ ടു പേഴ്സൺ. ഒരാളുടെ സ്റ്റൈലായിരിക്കില്ല മറ്റൊരാളുടെ, ഒരാൾ മെമ്മറൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല മറ്റൊരാൾ മെമ്മറൈസ് ചെയ്യുക. പോയിൻറ്റ്സ് വരുന്നതിൻ്റെ പ്രയോറിറ്റി ഓർഡേഴ്സ് വ്യത്യാസം ഉണ്ടാവും, ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, സോ യു ഷുഡ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കീ പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് ജസ്റ്റ് സെക്ഷൻ 9ൽ? ഓക്കെ, നമ്മൾ 7 years കഴിഞ്ഞാൽ, 7 years ആയിക്കഴിഞ്ഞാൽ അത് ഡിസ്പോസ് ചെയ്യണം എന്നുള്ളതാണ്.
ഓക്കെ, സോ ബാങ്കിങ് കമ്പനി കനോട്ട് ഹോൾഡ് ഇമൂവബിൾ പ്രോപ്പർട്ടി അക്വയർഡ് ഫോർ മോർ ദാൻ 7 years ആണ്. ഇനി ആർ ബി ഐയുടെ ഒരു എക്സ്റ്റൻഷൻ പറയുന്നില്ലേ, അത് എത്രയാണ്? 5 years ആണ് അല്ലേ. അപ്പോൾ 7 മുകളിൽ അവർക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ആർ ബി ഐയുടെ എക്സ്റ്റൻഷൻ വേണമെന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് അവരുടെ സ്വന്തം യൂസിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നതെങ്കിൽ എന്തിൻ്റെ ആവശ്യമില്ല, അവർ ഈ പറയുന്ന സെക്ഷൻ 9 കംപ്ലൈ ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് അവരൊരു അസറ്റ് അക്വയർ ചെയ്തു എങ്കിൽ അവർ ഈ പറയുന്ന 7 yearsൻ്റെ ലിമിറ്റിൽ വരുന്നില്ല. മനസ്സിലായോ? ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ സെക്ഷൻ 9 പറയുന്നത് ബാങ്കിങ് കമ്പനി കനോട്ട് ഹോൾഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അക്വയർഡ് എന്നാണ്. അക്വയർഡ് എന്ന് പറയുമ്പോൾ അത് ജപ്തി ചെയ്തത് മാത്രമാവില്ലല്ലോ അക്വയർഡ് വരുന്നത്, സ്വന്തമായിട്ട് വാങ്ങുന്നതും അക്വയർഡ് എന്ന് തന്നെയല്ലേ പറയാം. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ആക്റ്റിൽ ഇങ്ങനെ ഒരു പ്രൊവിഷൻ ആ ഫസ്റ്റ് സബ്സെക്ഷനിൽ തന്നെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് പാർട്ടിൽ തന്നെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ബാങ്കിങ് കമ്പനി 7 yearsൻ്റെ ഉള്ളിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് അറിയുന്ന സംഭവങ്ങളാണ്. ദെൻ അതേപോലെ തന്നെ ആർ ബി ഐ ക്യാൻ എക്സ്റ്റെൻഡ് ദ പീരീഡ് ടു മാക്സിമം 5 years ഇഫ് ഇറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റേഴ്സ് ഓഫ് ദ ബാങ്കിങ് കമ്പനി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കീ ഏരിയ, കീ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. സെക്ഷൻ 9 നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര പോയിൻറ്റ്സേ നമുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിതിന് ഈ സെഷന് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ, ഒരു 2 to 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളിതെങ്ങനെ ആൻസർ ചെയ്യും, എത്ര പോയിൻറ്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അതല്ല നമുക്കൊരു 4 to 7 ആണെങ്കിൽ ഏതൊക്കെ പോയിൻറ്റ്സ്, ദ സെയിം പോയിൻറ്റ്സ് എങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ നോക്കാം. ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കിത് എന്തായാലും ഇൻക്ലൂഡ് ചെയ്തേ പറ്റുള്ളൂ, സെക്ഷൻ 9. അപ്പോൾ നിങ്ങൾക്ക് സെക്ഷൻ അറിയില്ലെങ്കിൽ ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, ഇതും നമുക്ക് 2 മാർക്കിനാണെങ്കിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് ഓപ്ഷനിലാക്കിയിട്ട് വെക്കാം. കാരണം ഇവിടെ മോർ ദാൻ 7 എന്ന് നമ്മൾ പറയുമ്പോൾ പിന്നെ വിത്തിൻ 7 years ഡീൽ ചെയ്യാമെന്ന് പറയണ്ടല്ലോ. നമ്മൾ ചെറിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ പ്രൊവിഷൻസ് നമുക്ക് ഇഗ്നോർ ചെയ്യാം. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഇതും നമ്മൾ നോട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. ഓക്കെ, ദെൻ 5 yearsൻ്റെ എക്സ്റ്റൻഷനും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിപ്പോൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്യണമല്ലോ എന്ന് തോന്നൽ വരും. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കിനനുസരിച്ചിട്ട് നമുക്കത് ഷോർട്ടാക്കാൻ പറ്റും. കാരണം ടൈം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ ആസ് യുവർ എക്സാമിനേഷൻ ഇസ് കൺസേൺഡ് അല്ലേ. നമുക്ക് എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യണ്ടേ. അപ്പോൾ 2 മാർക്കിന് നമ്മൾ കുറേ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ അതും പ്രയാസമായിരിക്കും നമുക്ക്. ഓക്കെ, സോ ലീഗൽ പ്രൊവിഷൻ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ, സോ ഫസ്റ്റ് നമ്മൾ 2 to 4 മാർക്കിൻ്റെ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ലീഗൽ പ്രൊവിഷൻ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം. ആസ് പെർ സെക്ഷൻ 9 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം ദ മെൻഷൻ കേസ് റിലേറ്റ്സ് ടു സെക്ഷൻ 9 എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇതിപ്പോൾ 2 മാർക്കൊക്കെ ആയ സ്ഥിതിക്ക് മെൻഷൻ ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് മെൻഷൻ ചെയ്യാം. ബാങ്കിങ് കമ്പനി കനോട്ട് ഹോൾഡ് ഇമൂവബിൾ പ്രോപ്പർട്ടി അക്വയർഡ് ഫോർ മോർ ദാൻ 7 years. ഇഫ് ദ സെയിം ഇസ് അക്വയർഡ് ഫോർ ഓൺ യൂസ് ദർ ഇസ് നോ നീഡ് ടു ബി ഡിസ്പോസ്ഡ്. ഇത് ഒരു പോയിൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ, നമുക്ക് മാറ്റാൻ കഴിയില്ല, കാരണം അതിനകത്ത് തന്നെ വരുന്നൊരു പോയിൻ്റാണ്. Then proviso 2 to section 9 explains that RBI can grant extension of maximum 5 years if it is satisfied that such extension is in the best interest of depositors of the banking company. ഇത് നമ്മളിപ്പോൾ ഒരു സെഷൻ ആയതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇനി നിങ്ങൾക്കത് ഓർമ്മ വരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ ആണെങ്കിൽ അത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പക്ഷേ അത് എഴുതുമ്പോൾ കിട്ടുന്ന ഇമ്പാക്റ്റ് വേറെ തന്നെയായിരിക്കും. ഓക്കെ, ദെൻ ഇത്രയാണ് നമ്മൾ പ്രൊവിഷനിൽ പറഞ്ഞിട്ടത്. ലീഗൽ പ്രൊവിഷൻ എന്ന് നമ്മൾ പറയുന്ന ഒരു 3 line 4 line ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ സിറ്റുവേഷൻ ഓഫ് ദ കേസ് 2 മാർക്കൊക്കെ ആണെങ്കിൽ, 3 മാർക്ക് 4 മാർക്കൊക്കെ ആണെങ്കിൽ കംപ്രസ് ചെയ്തിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. വൈ ഹാഡ് അവെയിൽഡ് എ ലോൺ ഫ്രം ABC by mortgaging his building occupied by various tenants. Why failed to repay the loan which was acquired by the bank on 1st of January 2007. They wish to keep the building permanently. പോയിൻ്റ് ആയിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. നമ്മൾ പാരഗ്രാഫായിട്ട് എഴുതുന്നതിനേക്കാളും നല്ലത് പോയിൻ്റ് ആയിട്ട് എഴുതുമ്പോൾ അത് എക്സാമിനർക്ക് ഒന്നുകൂടി കംഫർട്ടബിൾ ആയിരിക്കും, വാല്യൂ ചെയ്യുന്ന ആൾക്ക് ഒന്നുകൂടി കംഫർട്ടബിൾ ആയിരിക്കും ഇങ്ങനത്തെ സംഭവങ്ങൾ വാല്യൂ ചെയ്യാം. Then we will move to conclusion. As per the above provision, bank cannot hold the building permanently. They have to dispose the same within 7 years of acquisition, 31st of December 2030. Okay, then if the bank, RBI has given extension to the bank, they can keep the building till 2080. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ മെൻഷൻ ചെയ്യുന്നത്. ഇത് തന്നെ നമ്മൾ 7 മാർക്കിനോ 6 മാർക്കിനോ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന കൺക്ലൂഷനിലും
ഈ പറയുന്ന ലീഗൽ പ്രൊവിഷനിലും ഈ പറയുന്ന സിറ്റുവേഷനിലും നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടെ പോയിൻറ്റ്സ് ആഡ് ചെയ്യുന്നു. ഞാൻ സിറ്റുവേഷൻ ലാസ്റ്റ് പറഞ്ഞത് അതിലാണ് ഏറ്റവും കുറവ് പോയിൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു 4 to 7 മാർക്കിൻ്റെ കേസിൽ ദ സെയിം സിറ്റുവേഷൻ, ദ സെയിം ലീഗൽ പ്രൊവിഷൻ. ഓക്കെ, അപ്പോൾ ഇതേ പ്രൊവിഷൻസ് നമ്മൾ മെൻഷൻ ചെയ്തു. പ്രൊവൈസോ 2 to Section 9 പറഞ്ഞു. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ മെൻഷൻ ചെയ്യാം, the mentioned case relates to Section 9 of Banking Regulation Act as per Section 9 എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഒരു 7 മാർക്കുണ്ട്. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ ഇത്ര എഴുതിയാൽ മതിയോ എന്നൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ദെൻ ദ ബാങ്ക് ക്യാൻ ഡീൽ ഓർ ട്രേഡ് ദ സെയിം. ഇത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തതാണ്. അതായത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മളിത് മെൻഷൻ ചെയ്തില്ല, കാരണം ചെറിയ മാർക്കിനുള്ള ക്വസ്റ്റനാണ്. 7 ഇയേഴ്സ് കഴിഞ്ഞാൽ ഡിസ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ 7 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഡീൽ ചെയ്യാം എന്ന് പറയുന്ന മീനിങ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, ദെൻ സിറ്റുവേഷൻ ഓഫ് ദ കേസ് ആൻഡ് അനാലിസിസ്. മിസ്റ്റർ വൈ ഹാഡ് അവെയിൽഡ് ലോൺ ഫ്രം ABC Bank of India. He had mortgaged his building occupied by various tenants as security for loan. Y failed to repay the loan. The bank acquired the building on 1st of January 2007. They wish to keep the building permanently. Okay, ഇനി കൺക്ലൂഷനിൽ as per the above provision, bank cannot hold the building permanently. They have to dispose the same within 7 years. ഇനി നമ്മൾ ആ ഡേറ്റ്സിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. As the building was acquired on 1st of January, the disposal is to be made within 31st of December 2013. But if RBI has given extension to the bank, they can keep the building till 31st of December 2018. Anyhow, ABC Bank of India cannot keep the building with them permanently. ഇതൊക്കെ ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്തതാണ്. ബട്ട് സ്റ്റിൽ ഇഫ് ദ ക്വസ്റ്റ്യൻ ഇസ് ഫോർ 7 മാർക്ക്, അത് ഒന്നുകൂടി എഴുതുമ്പോൾ അവിടെ ഒന്നുകൂടി എന്തായിരിക്കും, നിങ്ങളും കംഫർട്ടബിൾ ആവും, വാല്യൂ ചെയ്യുന്ന ആൾക്കും ഒരു കണ്ടൻറ്റ് ഉള്ളതുപോലെ ഫീൽ ചെയ്യും. ഓക്കെ, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ പ്രൊവിഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സെക്ഷൻ നമ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ ആ ആക്ടിൻ്റെ പേരെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് ഓക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റണം. ഒരു സെക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്, അതിന് കൂടുതൽ നിങ്ങൾ എഫേർട്ട് എടുക്കുകയൊന്നും വേണ്ട, വലിയ സംഭവമൊന്നും അല്ല, അത് നിങ്ങൾക്കറിയാം എന്താണ് അതിൻ്റെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഏതാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ കുറവ് മാർക്കിനാണ് വരുന്നതെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യുകയും കൂടുതൽ മാർക്കിന് വരുമ്പോൾ ആ പ്രയോറിറ്റൈസേഷൻ ലിസ്റ്റിൽ താഴെ വരുന്ന പോയിൻറ്റുകളെ കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറഞ്ഞ തെറ്റിയെന്ന് തോന്നുന്നു. നമ്മൾ കുറവ് മാർക്കിനാണെങ്കിൽ ഈ പ്രയോറിറ്റൈസേഷൻ ഇല്ലാത്ത പോയിൻറ്റുകളെ നമുക്ക് വേണമെങ്കിൽ ഇഗ്നോർ ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നും ഇല്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. മിനിമം ഒരു 10 to 12 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം. സോ യു വിൽ ഗെറ്റ് ദ റിസൾട്ട്സ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക് യു ഓൾ, ടേക്ക് കെയർ.